തുള്ളി ചാടി പോകുന്നത് മാർക്കറ്റിലേക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ സൺഡേ മാർക്കറ്റിൽ പോകുന്ന സന്തോഷത്തിലാണ് ഞാൻ. തണുപ്പൊന്നും വഹിക്കാതെ ഞങ്ങൾ ഇതേണ്ട സൺഡേ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. നേരെ കയറി ചെല്ലുമ്പോൾ ഒരുപാട് ഇലകളൊക്കെ കാണാം. എന്തൊക്കെയാണെന്ന് പോലും നോക്കാതെ നമ്മൾ നേരെ പോയത് സവാളയുടെ സെക്ഷനിലാണ്. മീനൊക്കെ വാങ്ങിച്ച് വിനീതാണ് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ വേണ്ട സവാള 4 കിലോ 100 കണ്ടപ്പോൾ ഞങ്ങൾ വാങ്ങി. അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. ഞെട്ടിപ്പോയി. ആണ്ടെ ഇതാണ് വിനീതണ്ണൻ. അങ്ങനെ വേണ്ട നമ്മൾ പോകുന്നത് കുറച്ചധികം പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ വേണ്ട പച്ചക്കറി ഓരോന്നായിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രഷ്നെസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു എനിക്ക്. നോക്കി ഇത് പയറാണെന്ന് തോന്നുന്നു കേട്ടോ. വിനീതണ്ണൻ പറയുന്നു ഇതൊക്കെ തോരൻ വെച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. പൂക്കളുടെ സെക്ഷനും ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇതിൻ്റെ തക്കാളി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. തക്കാളി വാങ്ങിച്ച് നമ്മൾ നേരെ ഇതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വേണ്ടേ ലോറിക്കകത്തുനിന്ന് ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇറക്കുന്നുണ്ട് കേട്ടോ. റോഡിൻ്റെ 2 സൈഡിലും ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സും ആവശ്യത്തിന് വാങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് ചായ കുടിക്കാനാണ്. വിനീതണ്ണം പറഞ്ഞു നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ടൊന്ന് പിരിയാവുന്നു. നല്ലൊരു ചായ സ്പോട്ടും വിനീതണ്ണം പറഞ്ഞു തന്നു. അങ്ങനെ വേണ്ട നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നേരെ ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ. വളരെ ചെറിയ ഗ്ലാസ്സാണ്. ഗ്ലാസ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ ടേസ്റ്റ് കണ്ട് അതിലും കൂടുതൽ ഞെട്ടി കേട്ടോ. ബദാമും പിസ്തയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചായയായിരുന്നു ഇത്. അങ്ങനെ ഇത് സമൂസ കണ്ടപ്പോൾ അതും വാങ്ങിച്ചു. വളരെ ചെറിയ സമൂസയായിരുന്നു, പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളി.